എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാനുലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുതേഴും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുതേഴും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നോക്കിപ്പാർത്തിടും ഞാനുലകിൽ. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമാണിത്. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുന്നത് റോമിൽ ഒരു വലിയ വിസ്താര രംഗത്ത് നിന്നുകൊണ്ടാണ്. അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്, കേൾക്കുന്നത് സ്വന്തം ജാതിക്കാരല്ല, ആത്മീയരല്ല. എന്നാൽ മതത്തെക്കുറിച്ചോ ആത്മീയത്തെക്കുറിച്ചോ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്തതായ ആളുകളോടാണ്, അതും ഉന്നതന്മാരായ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ബുദ്ധിജീവികളോടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ദേശാധിപതിയായ ഫേലിക്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ദ്രുസില്ലയുമെല്ലാം ചേർന്നിരിക്കുന്നിടത്ത് അപ്പോസ്തലനെതിരായി ഒരു വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് പറയുകയാണ്, തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഒരു വലിയ അഡ്വക്കറ്റ് വന്ന് അപ്പോസ്തലനെതിരായി ചില ആരോപണങ്ങൾ നിരത്തിയപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ, എനിക്ക് ഊന്നി സംസാരിക്കാനുള്ളൂ. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. നീതിമാന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകും, നീതികെട്ടവരുടെ പുനരുത്ഥാനം ഉണ്ടാകും. അങ്ങനെയുള്ള പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാകും. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കും, നീതികെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് ഒരാശയേ ഉള്ളൂ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്കുവേണമെന്ന്. റോമൻ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസ് കിടക്കുമ്പോൾ അപ്പോസ്തലൻ ഫിലിപ്പിയിലുള്ള യൂറോപ്പിലെ ആദ്യത്തെ ക്രൈസ്തവ സഭയ്ക്കുള്ള ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്തൊരു പ്രത്യാശയാണ് അപ്പോസ്തലന്! ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക്, ക്രിസ്തുവിൽ വിശ്വസിച്ചും ക്രിസ്തു തരുന്നതായ രക്ഷ അനുഭവിച്ചും ക്രിസ്തുവിൻ്റെ തിരുരക്തം തരുന്നതായ വീണ്ടെടുപ്പ് അനുഭവിച്ചും ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ലഭിക്കുന്നതായ പാപക്ഷമ അനുഭവിച്ചും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഒരു വലിയ തേജോമയമായ അനുഭവം ലഭിക്കുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഭൂമിയിൽ ജീവിതം, പക്ഷേ പൗരത്വം സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിലെ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യം, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിൽ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. നിന്റെ മൃതന്മാർ ജീവിക്കും, മരിച്ചവർ ഉയർക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. പ്രേതന്മാരെന്ന് വെച്ചാൽ മരിച്ചവർ. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ, മരിച്ചവരെ ഭൂമി പ്രസവിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. ഇംഗ്ലീഷ് ബൈബിളിൽ അതിങ്ങനെ കാണും, യെറ്റ് വി ഹാവ് ദിസ് അഷുറൻസ്, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ട്. യെറ്റ് വി ഹാവ് ദിസ് അഷുറൻസ്, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ട്. എന്താണത്? ദോസ് ഹു ബിലോങ് ടു ഗോഡ് ഷൽ ലിവ് അഗെയിൻ. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടുന്ന ആർക്കാണ്? ദോസ് ഹു ബിലോങ് ടു ഗോഡ്, ദൈവത്തിൻ്റെ വകയായവർക്ക്, ദൈവത്തിൻ്റെ സ്വത്തായവർക്ക്, ദൈവത്തിൻ്റെ സ്വന്തമായവർക്ക്. ദോസ് ഹു ബിലോങ് ടു ഗോഡ് ഷാൽ ലിവ് അഗെയിൻ, അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, അവർ വീണ്ടും ജീവിക്കും. ദോസ് ഹു ഡ്വെൽ ഇൻ ദ ഡസ്റ്റ്, പൊടിയിൽ വസിക്കുന്നവർ
പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ, ഈ മണ്ണിൽ കിടക്കുന്നവർ, മണ്ണിൽ നിക്ഷേപിക്കപ്പെട്ടവർ, മണ്ണിൽ ഉറങ്ങുന്നവർ, ദോസ് ഹു ഡെൽ ഇൻ ദ ഡസ്റ്റ് ഷാൽ awake, അവർ ഉയർത്തെഴുന്നേൽക്കും. ആൻഡ് സിങ് ഫോർ ജോയ്, വലിയ സന്തോഷത്തോടെ അവർ പാടാൻ തുടങ്ങും. ആത്മാവിൻ്റെ ആരാധന, ആത്മാവിൻ്റെ ഗീതങ്ങൾ, ആത്മാവിൻ്റെ സന്തോഷ ശബ്ദങ്ങൾ, സന്തോഷ ഗാന നിർജ്ജരി ഒഴുകാൻ തുടങ്ങും. Those who dwell in the dust shall awake and sing for joy, for God's light of life will fall like dew upon them. ദൈവത്തിൻ്റെ ജീവൻ്റെ പ്രകാശം അവരുടെ മേൽ ഹിമകണം പോലെ, മഞ്ഞുതുള്ളി പോലെ പൊഴിക്കും. മഞ്ഞുതുള്ളി പോലെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്വർഗീയമായ പ്രകാശം അത് അവരുടെ മേൽ കുളിർമ പകരുന്നതായി അവരുടെ മേൽ പകരും. Fall like dew upon them. The earth will give birth to her dead. ഭൂമിയിൽ മരിച്ചു കിടക്കുന്നവരെ ഭൂമി പ്രസവിക്കും, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നീതിമാന്മാരുടെ പുനരുത്ഥാനമുണ്ട്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനവുമുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനമുണ്ട്, മാനസാന്തരപ്പെടാത്തവരുടെ പുനരുത്ഥാനമുണ്ട്. അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. 1000 ആണ്ട് കഴിയുവോളം അവർ ജീവിച്ചില്ല. 1000 ആണ്ട് വാഴ്ച വരാനിരിക്കുന്നു. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് വാഴും. ക്രിസ്തുവിനോട് വാഴുവാൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുണ്ടാകും. അപ്പോസ്തലനായ പത്രോസ് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ഈ 1000 ആണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അത് അക്ഷരീയമായ 1000 വർഷമാണോ? അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് വ്യാഖ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നില്ല. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന ആ 1000 ആണ്ട് വാഴ്ചയിൽ തിരുവചനം ഇത്രയും മാത്രം പറയുന്നു: കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ഭൗതികമായ ഈ ഭൂമിയിലെ ആയുഷ്കാലം വെച്ച് ദൈവത്തിൻ്റെ സംവത്സരങ്ങളെ അളക്കാനും എണ്ണാനും നമുക്ക് സാധ്യമല്ല. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് അക്ഷരികമായി അങ്ങനെ തന്നെയോ എന്ന് കൃത്യമായി നിർവചിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവിടെ ഇത്രയും പറയുന്നുണ്ട്: എന്നാൽ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. യേശുക്രിസ്തു വീണ്ടും വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പത്രോസിൻ്റെ 2-ാമത്തിലെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് വരുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ച് സമയം നീട്ടി തരികയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. സഹോദരങ്ങളെ, എത്ര മർമ്മസ്പർശിയായ വാക്കുകളാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കേണ്ടതാണ്. നിങ്ങൾ എത്രമാത്രം കരുതലോടെ ജീവിക്കേണ്ടതാണ്. കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. എപ്പോഴാണ് ക്രിസ്തു വരുന്നത് എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് എപ്പോഴും ഒരുക്കത്തോടുകൂടി ഇരിക്കേണ്ടതാണ്. ആത്മാവിൻ്റെ ഒരുക്കം. മണവാളം വരുന്നെപ്പോഴും അറിയാത്തതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉപമയും പ്രസ്താവിക്കുന്നുണ്ട്, 10 കന്യമാരുടെ ഉപമ. ഇപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, 2ആയി തിരിയുന്നൊരു സമയമുണ്ട്. ചിലരെ അകത്തും ചിലരെ പുറത്തുമായി പോകും. അതുവരെ ഒരുമിച്ചിരുന്നു, അതുവരെ ഒരുമിച്ച് സഞ്ചരിച്ചു, ഒരുമിച്ച് വേല ചെയ്തു, ഒരേ വയലിൽ വേല ചെയ്തു.
പക്ഷേ ഒരേ വയലിൽ വേല ചെയ്തവർ രണ്ട് ചേരിയായി തിരിയും. അതുവരെ ഒരേ കിടക്കയിൽ കിടന്നു, പക്ഷേ രണ്ടും രണ്ടുമായി തിരിയും. അതുവരെ ഒരേ തിരികളിൽ പൊടിച്ചുകൊണ്ടിരുന്നു, പക്ഷേ രണ്ടും രണ്ടായി തിരിയും. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. ഒരേ വയലിലാണ് വേല ചെയ്യുന്നത്, ഒരേ കൺവെൻഷൻ പന്തലിലാണ് പ്രസംഗിക്കുന്നത്, ഒരേ പള്ളിയിലാണ് കൂടുന്നത്, ഒരേ ഫെലോഷിപ്പിലാണ് കൂടുന്നത്, ഒരേ സൺഡേ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ശരി, ഒരേ ജോലിയാണ് ചെയ്യുന്നത്. രണ്ടുപേർ ഒരേ വയലിലായിരിക്കും, രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഒരു വ്യക്തിയല്ല കാണിക്കുന്നത്, രണ്ട് ചേരിയായി തിരിയുന്നു. രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ സ്വീകരിക്കും, മറ്റുള്ള ഉപേക്ഷിക്കും. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, വയലിൽ വേല ചെയ്യുന്നത് പകൽ സമയത്താണ്, കിടക്കയിലായിരിക്കുന്നത് രാത്രി സമയത്താണ്. സാധാരണഗതിയിൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് രാത്രി ആയിരിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് പകലാണ്. ക്രിസ്തു വരുന്നത് എല്ലായിടത്തും ഒരേ സമയത്താണ് വരുന്നത്. അമേരിക്കയിൽ പകലായിരിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ അപ്പോൾ ഇരുട്ടാണ്, രാത്രിയാണ്. എന്നാൽ കർത്താവായ യേശു വരുമ്പോൾ ഒരിടത്ത് രണ്ടുപേർ വയലിലായിരിക്കും, അതേ സമയത്ത് രണ്ടുപേർ കിടക്കയിലായിരിക്കും, രണ്ട് ചേരിയായി തിരിയും. അതിനെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 28-ാം വാക്യം മുതൽ, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാരോട് ചോദിച്ചു. അതിന് അവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും. കളയും കോതമ്പും ഒരുമിച്ച് ഒരു കണ്ടത്തിൽ വളരുന്നു. ഒരേ വയലിൽ കളയുമുണ്ട് ഗോതമ്പുമുണ്ട്, അല്ലെങ്കിൽ കളയുമുണ്ട് നെല്ലുമുണ്ട്. ഒരു സമയം വരെ അത് ഒരുമിച്ച് വളരും. എന്നാൽ രണ്ടും രണ്ടായി തിരിയും. കള കെട്ടുകെട്ടായി പറിച്ച് തീയിലിട്ട് ചുട്ടുകളയും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. സഹോദരങ്ങളെ, ചിന്തിക്കൂ, ഞാൻ കളപ്പുരയിൽ കൂട്ടിവെക്കപ്പെടുന്നോ വിടുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യത നേടിയോ? എന്നിൽ കാമ്പുണ്ടോ? എന്താണ് കാമ്പ്? എന്നിൽ നിലനിൽക്കുന്നതായി സ്ഥായിയായിട്ടുള്ള വിലയുണ്ടോ, നിലയുണ്ടോ, സമ്പത്തുണ്ടോ, ആത്മാവിൻ്റെ സമ്പത്തുണ്ടോ, ആത്മാവിൻ്റെ ശക്തിധന്യത ഞാൻ നേടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ടോ? ഞാൻ നോക്കേണ്ടതാണ്. ഞാൻ പ്രസംഗിച്ചാൽ പോരാ, ഞാൻ സ്വയം ശോധന ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിപ്പീൻ. ലോകം എന്തും പറഞ്ഞുകൊള്ളട്ടെ, ആരെല്ലാം നമ്മെ തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, പക്ഷേ രഹസ്യങ്ങൾ കാണുന്ന നിത്യനായ ദൈവം നമ്മെ കാണുമ്പോൾ നമ്മിൽ അകൃത്യം കാണാനിടവരരുത്. ഹൃദയം കാണുന്നവൻ നോക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ നമ്മിൽ ഒരണുപോലും അകൃത്യം കാണാൻ ഇടവരരുത്. ഹൃദയം നിർമ്മലമായിരിക്കണം, ഹൃദയം സംശുദ്ധമായിരിക്കണം. ഒരണുവിൽ പോലും കറ പിണയരുത്, ഒരണുപോലും നമുക്ക് തെറ്റുപറ്റരുത്. അങ്ങനെ നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അപ്പോഴാണ് നാം വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ വരവിൽ നാം കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ കൂട്ടിവെക്കപ്പെടുന്നതായ സ്വർഗീയ ഭണ്ഡാകാരത്തിലേക്ക് ചേർക്കപ്പെടുന്നത്, സ്വർഗീയ ശ്രീഭണ്ഡാരത്തിലേക്ക് നാം ചേർക്കപ്പെടുന്നത്, സ്വർഗത്തിന് മുതൽക്കൂട്ടായി തീരുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ഞാൻ സ്വർഗത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണോ? ലോകം നമ്മെ ചപ്പെന്നും ചവറെന്നും എണ്ണും, ലോകം നമ്മെ പരിഹസിക്കും, മനുഷ്യൻ നമ്മെ കളിയാക്കും, മനുഷ്യൻ നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയും, തെറ്റിദ്ധാരണകൾ പരക്കും. സാരമില്ല. കിംവദന്തികൾ പരത്തും. സാരമില്ല. പക്ഷേ ഒന്നുണ്ട്, ഹൃദയം കാണും ദൈവം, എല്ലാം കാണുന്നവൻ നമ്മെ നോക്കി ഇതാ ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൊതിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും ആ ഭാഗ്യം ലഭിക്കണം. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. കാപട്യമില്ലാത്ത ഹൃദയം, സൂത്രമില്ലാത്ത ഹൃദയം, വഞ്ചനയില്ലാത്ത ഹൃദയം, നിഷ്കളങ്കമായ ചൊവ്വുള്ള ഹൃദയം, ആരോടും പകയോ വിദ്വേഷമില്ലാത്ത ഹൃദയം, ഉള്ളതുപോലെ കാണുന്ന ഹൃദയം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ആർജവം എന്ന് പറയും. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, നേരായി തന്നെ. അല്പം പോലും സൂത്രമില്ല, അല്പം പോലും കാപട്യമില്ല, അല്പം പോലും തന്ത്രമില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയം ചൊവ്വുള്ളതായിരിക്കട്ടെ, നമ്മുടെ ചിന്താഗതികൾ ചൊവ്വുള്ളതായിരിക്കട്ടെ, വ്യാജഭാവം മാറട്ടെ, കാപട്യങ്ങൾ മാറട്ടെ, കപടഭക്തി മാറട്ടെ.
മനുഷ്യരെ കാണിക്കാനുള്ളതായ ഭക്തിയും മനുഷ്യരെ കാണിക്കാനുള്ളതായ പ്രാർത്ഥനയും മനുഷ്യരെ കാണിക്കാനുള്ള ശുശ്രൂഷയും മനുഷ്യരുടെ മുമ്പിൽ അംഗീകാരം കിട്ടാനുള്ളതായ യത്നവും അതെല്ലാം മാറ്റിവെക്കാൻ നമുക്ക് സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചാൽ മതി എന്ന് അവിടെ നമുക്ക് പിടുത്തം വരട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഹൃദയം കാണുന്നവൻ എന്നെ നോക്കി പ്രസാദിക്കണമെന്നുള്ളതായ ആഗ്രഹം നമുക്ക് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. വീണ്ടും പറഞ്ഞു, അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. നീതിമാന്മാർ ചേർക്കപ്പെടുന്നു, പരിശുദ്ധന്മാർ ചേർക്കപ്പെടുന്നു, എന്നാൽ പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു. അതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം മുതൽ: 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവർ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കുക. ഇറ്റേണൽ ടോർച്ചർ, നിത്യമായ യാതന, നിത്യമായ ദണ്ഡനം. അത് നമുക്കാർക്കും വരരുത്. സഹോദരങ്ങളെ, സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. ഓർക്കുക, പൈസ ഉണ്ടാക്കുകയല്ല, ഈ ലോകത്തെന്തെങ്കിലും നേടിയെടുക്കുകയല്ല. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവായ യേശുവിൻ്റെ വേല ചെയ്യുന്നത് എന്തിനു വേണ്ടി? നിത്യദണ്ഡനം ഒഴിവാക്കി കിട്ടണം, നിത്യനരകത്തിൻ്റെ ഭീകരമായ ശിക്ഷാവിധി ഒഴിവാക്കി കിട്ടണം, നിത്യസ്വർഗത്തിലേക്ക് നമുക്കെല്ലാം പറന്നു വരാനിടയാകണം. ഒരു നാൾ ഞാനും കണ്ണടയും, നിങ്ങളും കണ്ണടയും. കർത്താവേ, നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്ക് ലഭിക്കണം. കർത്താവേ, അനേകം ആളുകൾ നാശത്തിലേക്ക് പോകുന്നു. വിശാലമായ വഴിയിൽ കൂടി പോകുന്നു. ഇടുങ്ങിയ വഴിയിൽ കൂടി പോകാൻ പലരും തയ്യാറല്ല. ഇടുക്കവും ഞെരുക്കവുമുള്ള രക്ഷയുടെ പാതയിൽ കൂടി പോകുവാൻ പലരും വിമുഖത കാണിക്കുന്നു, പലരും മടി കാണിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എനിക്ക് വിശാലമായ വഴി വേണ്ട. കർത്താവേ, എനിക്ക് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ ഞാൻ പോകും. എന്നിട്ടോ നിത്യജീവൻ്റെ തുറമുഖത്ത് എനിക്ക് എത്തിച്ചേരണം. ദൈവത്തിന് സ്തോത്രം. നിത്യജീവന് തുറമുഖത്ത് എത്തിച്ചേരുക എന്തൊരു സൗഭാഗ്യമാണത്. സഹോദരങ്ങളെ, പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകത്തിൽ അവസാന ഭാഗത്ത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന കഥാപാത്രം, ഒരു കഥ പോലെയാണ് പറഞ്ഞു പോകുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന കഥാപാത്രം വിശ്വാസി എന്ന് പറയുന്ന ഒരു സ്നേഹിതനോടുകൂടി അവർ മരണയോർദാൻ കിടക്കുന്ന ചിത്രമുണ്ട്. മനോഹരമായ ചിത്രമാണ്. മരണയോർദാൻ കിടക്കുകയാണ്. മരണയോർദാൻ കിടക്കുമ്പോൾ അതുവരെ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് അവിടെ എത്തിയത്, എന്തെല്ലാം യാതനയേറ്റാണ് അവിടെ എത്തിയത്, ഏതെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അവിടെ നടന്നെത്തിയത്, എന്തെല്ലാം ക്ലേശങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ, ദുർഘടമേടുകൾ, മായച്ചന്തകൾ, അനേകം പ്രതിസന്ധികൾ, അനേകം ശത്രുക്കൾ, പോരാട്ടങ്ങൾ എല്ലാം കഴിഞ്ഞ് അവിടെ എത്തി ആ മരണമാകുന്ന യോർദാൻ അത് കടക്കാൻ തുടങ്ങിയപ്പോൾ പാവം ക്രിസ്ത്യാനി അങ്ങ് താണു പോകുന്നു. ക്രിസ്ത്യാനി താണു പോകുന്നു. ക്രിസ്ത്യാനി പറഞ്ഞു, അയ്യോ, നിനക്കൊരു പ്രയാസമില്ലല്ലോ കടക്കാൻ, ഈ യോർദാനിൽ നീ താഴുന്നില്ലല്ലോ. അയ്യോ, ഞാൻ നിലയില്ലാത്ത ആഴത്തിലേക്ക് താണു പോകുന്നല്ലോ, എനിക്കൊരു പ്രത്യാശ കിട്ടുന്നില്ലല്ലോ, എനിക്കൊരു ബലം കിട്ടുന്നില്ലല്ലോ, അയ്യോ ഞാൻ താണു പോകുമല്ലോ, ഞാൻ അക്കരെ എത്തുകയില്ലല്ലോ. വിശ്വാസി പറഞ്ഞു, ചുരുക്കി പറയാം, വിശ്വാസി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഓളത്തിലേക്ക് നോക്കിയിട്ടല്ലേ, നീ നിന്നിലേക്ക് നോക്കുകയല്ലേ, ഈ ചുറ്റുമുള്ള ഓളത്തിലേക്കല്ലേ നീ നോക്കുന്നത്, പെരുവെള്ളത്തിലേക്ക് നോക്കാതെ നീ നേരെ മുന്നോട്ട് നോക്ക്, നേരെ മുന്നോട്ട് നോക്ക്. അവിടെ അക്കരയിലേക്ക് നോക്കിയേ, അവിടെ നീ നോക്കിയാൽ അവിടെ ഒരാളെ കാണാം. സ്തോത്രം. ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്, ആ ആളെ നോക്കിക്കൊണ്ടാണ് ഞാൻ നീന്തുന്നത്. ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ കയങ്ങളിലൂടെ നീങ്ങുമ്പോൾ, അവസാനം വിനാഴികളിൽ നീങ്ങുമ്പോൾ അക്കരെ ഒരാൾ പുഞ്ചിരിയോടെ കരം നീട്ടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് മരണയോർദാൻ കടക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി നോക്കി യേശു ഇതാ കരം നീട്ടി നിൽക്കുന്നത് കണ്ടു. ക്രിസ്ത്യാനി അതോടുകൂടി അവൻ്റെ ക്ഷീണം മാറി,
അവന് തളർച്ച മാറി, അവൻ ആഴത്തിലേക്ക് താണു പോകുന്നത് മാറി, അവന് നല്ല ഉത്സാഹമായി, അവൻ നല്ല കരുത്തോടെ നീന്തി. ഇതാ രണ്ടുപേരും ഒരുമിച്ച് അക്കരെ എത്തി യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ അണഞ്ഞു. സഹോദരങ്ങളെ, അക്കരെ ഇതാ രാജാധിരാജന് എതിരേൽപ്പാൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പാഞ്ഞണയാം. ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നാം ആരും നിരാശരായി പോകരുത്. നേടേണ്ടത് നേടിയില്ല എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് പോകാനിട വരരുത്. ഓട്ടമോടി തികച്ചില്ല എന്ന് പറയാനിട വരരുത്. ഇന്ന് നമുക്ക് യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളാം. ഇന്ന് യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. നാഥാ, എൻ്റെ പാപം പോക്കുവാനല്ലേ നീ കുരിശിൽ മരിച്ചത്? എൻ്റെ പാപക്കറകൾ കഴുകാനല്ലേ നീ കുരിശിൽ മരിച്ചത്? എൻ്റെ ക്ഷീണം അകറ്റാനല്ലേ നീ കുരിശിൽ മരിച്ചത്? എൻ്റെ ദൈവമേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങളൊക്കെയും നിൻ്റെ തങ്കച്ചോരയാൽ കഴുകുവാൻ നീ തിരുമനസ്സായല്ലോ. ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്ര, ഒരു പാപവും തീണ്ടിയിട്ടില്ലാത്ത ദൈവപുത്ര, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിച്ചവനായ കർത്താവായ യേശുവേ, ഒരു പാപവും തൊടാത്ത നീ മഹാപാപിയെപ്പോലെ നീ ക്രൂശിൽ മരിച്ചത്, ഒരു കുറ്റവാളിയെപ്പോലെ ശിക്ഷിക്കപ്പെട്ടത് എൻ്റെ പാപം വഹിച്ചാണല്ലോ. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണല്ലോ നീ വഹിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ എൻ്റെ പഴയ മനുഷ്യൻ മരിക്കുവാൻ കർത്താവേ ഞാൻ തയ്യാറാകുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഞാനിതാ എൻ്റെ ജീവിതം, എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നെ നീ ഒന്ന് തൊടണമേ. നിൻ്റെ ആ തൃക്കരം നീട്ടി എന്നെ ഒന്ന് തൊടണമേ. ആ തൃക്കരം എന്നെ ഒന്ന് തൊടണമേ. ആ തൃക്കരം എന്നെ ഒന്ന് ആശീർവദിക്കണമേ. ആ തൃക്കരം എൻ്റെ മേലൊന്ന് വെക്കണമേ. തിരുരക്തം എന്നെ ഒന്ന് കഴുകണമേ. ആയുഷ്പര്യന്തം മരണത്തിൻ്റെ ഒടുവിലത്തെ വിനാഴിക വരെയും ഉടയവനെ നിന്നെ മാനിച്ചും നിന്നെ സ്നേഹിച്ചും നിന്നെ ആരാധിച്ചും നിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് ഞാൻ ജീവിക്കും നാഥാ എന്ന് ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങനെ തീരുമാനിക്കുന്നവർ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവീൻ. നിങ്ങൾ ക്രിസ്തുവിനെ സാക്ഷിപ്പീൻ, ക്രിസ്തുവിനെ സ്തുതിപ്പീൻ, ക്രിസ്തുവിനെ ആരാധിപ്പീൻ. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. നാഥാ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. കരങ്ങളെ താഴ്ത്തിടുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്ന ദൂതുകൾക്കായി സ്തോത്രം, തന്ന തിരുവചനത്തിനായി സ്തോത്രം, എല്ലാവരെയും തഴുകിയതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വചനങ്ങളുടെ മേലോടുത്ത കൃപ പകർന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കണമേ, തുടർന്ന് നയിക്കണമേ, നിത്യതയോളം നയിക്കണമേ, നിത്യശുഭതീരത്ത് എത്തിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.